ഹായ് ഡിയേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ യഹ് ധർത്തി ഹെ ഉസ് കിസാൻ കി എന്ന കവിതയുടെ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഭൂമി ആ കർഷകൻ്റേതാണ് എന്ന് കേദാർനാഥ് അഗ്രവാൾ എഴുതിയ കവിത നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ആക്ടിവിറ്റി ഖേത്തി സെ സംബന്ധ് രഖ്നെ വാലെ ശബ്ദ് കവിത സെ പഹചാൻ കർ ലിഖേ. കൃഷിയുമായി ബന്ധപ്പെട്ട് വരുന്ന വേർഡ്സ് കവിതയിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ്. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ജുആ എന്ന് പറഞ്ഞാൽ നുകം, ബീജ് എന്ന് പറഞ്ഞാൽ വിത്ത്. അപ്പോൾ അതുപോലെ ഇനിയും ഒരുപാട് വാക്കുകളുണ്ട് നമ്മുടെ കവിതയിൽ. എന്തൊക്കെയുണ്ട്? ബൈല് പറ്റും, ബൈൽ കാള, പാംസ് വളം, മിട്ടി മണ്ണ്, കിസാൻ കർഷകൻ, ഫസൽ വിളവ്, അന്ന് ധാന്യം. ഇതൊക്കെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടപ്പെട്ടത് എഴുതാട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി കിസാൻ അപ്നി ജിന്ദഗി കൈസെ വ്യതീത് കർത്താ ഹെ. കർഷകൻ തൻ്റെ ജീവിതം എങ്ങനെ ചെലവഴിക്കുന്നു. കവിത കെ ആധാർ പർ പൂർത്തീകരം. കവിതയുടെ അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനാണ്. ഇവിടെ 2 ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കിസാൻ വർഷ് ഔർ ധൂപ്പ് മേം കാം കർത്താ ഹെ. കർഷകന് മഴയത്തും വെയിലത്തൊക്കെ ജോലി ചെയ്യുന്നു. കിസാൻ മിട്ടി കാ മർമ്മ സമജ്താ ഹെ. കർഷകൻ മണ്ണിൻ്റെ മർമ്മം മനസ്സിലാക്കുന്നു. ഇങ്ങനെ 2 കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കർഷകർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതാം അല്ലേ. കിസാൻ മിട്ടിക്കോ ജോത് ഡോൽത്താ ഹേ. കിസാൻ കർഷകന് മണ്ണിനെ ഉഴുത് മറിക്കുന്നു. കിസാൻ മിട്ടി മേം ഖാദ് മിലാത്താ ഹേ. കർഷകന് മണ്ണിൽ വളം ചേർക്കുന്നു. കിസാൻ മിട്ടി മേം ബീജ് ബോത്താ ഹേ. കർഷകന് മണ്ണിൽ വിത്ത് വിതയ്ക്കുന്നു. കിസാൻ മിട്ടി കെ സാത്തി ഹേ. കർഷകന് മണ്ണിനോടൊപ്പമാണ്. കിസാൻ മിട്ടി കി മഹിമ ഗാത്താ ഹേ. കർഷകന് മണ്ണിൻ്റെ മഹത്വം പാടുന്നു. കിസാൻ മിട്ടി കാ പൂർണ്ണ പാർക്കി ഹേ. കർഷകന് മണ്ണിൻ്റെ പൂർണ്ണ സംരക്ഷകനാണ്. ഇതൊക്കെ നമുക്ക് കർഷകനെ കുറിച്ചിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. കർഷകർ തൻ്റെ ജീവിതം എങ്ങനെയാണ് ചെലവഴിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ നമുക്കിതൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ആക്ടിവിറ്റി നോക്കിയേ. കവിതാസെ നിമ്നലിഖിത് ആശയവാലി പങ്ക്തിയാം ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് താഴെ എഴുതിയിട്ടുള്ള ആശയം വരുന്ന വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. ഇവിടെ 2 ആശയങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റത്തത് കിസാൻ അപ്നി ജിന്ദഗി വ്യതീത് കർക്കെ ഖേത് മേം സമൃദ്ധി കാ സ്വപ്ന ദേഖ്താ ഹെ. ഒരു കർഷകന് തൻ്റെ ജീവിതം വയലുകളിൽ സമൃദ്ധി സ്വപ്നം കണ്ട് ചിലവഴിക്കുന്നു. സമൃദ്ധി വിളയുന്നത് സ്വപ്നം കണ്ടിട്ടാണ് കർഷകർ തൻ്റെ ജീവിതം ചിലവഴിക്കുന്നത്. നല്ല സ്വർണം വിളയുന്നു, സ്വപ്നം കാണുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ നമ്മുടെ കവിതയിൽ. ആ ഒരു ആൻസർ, ആ ഒരു ആശയം വരുന്ന വരി ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പം നമ്മുടെ കവിതയിലുള്ള ഖബാ രഹാ ഹെ ജീവൻ അപ്ന ദേഖ് രഹാ ഹെ മിട്ടി മേം സോനെ കാ സ്വപ്ന. കർഷകന് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടുകയാണ്. ദേഖ് രഹാ ഹെ മിട്ടി മേം സോനെ കാ സ്വപ്ന. മണ്ണിൽ സ്വർണം വിളയുന്നത് സ്വപ്നം കാണുകയാണ്. ഈ ഒരു 2 വരിയാണ് കേട്ടോ ആശയം വരുന്ന വരി. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കിസാൻ ഖടി മെഹനത്ത് സെ ഖേത്ത് കോ സദാ ഉർവർ ബനാത്താ ഹെ ഔർ സ്വയം ജീവിത് രഹത്താ ഹെ. കഠിനാധ്വാനത്തിലൂടെ കർഷകന് എല്ലായ്പ്പോഴും വയലിനെ ഫലഭൂയിഷ്ടമാക്കുകയും സ്വയം ജീവനോടെ നിലനിൽക്കുകയും ചെയ്യുന്നു, സ്വയം ജയിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു ആശയം വരുന്ന വരി ഏതാണ്? അപ്നെ തൻ കി ഖാദ് മിലാക്കർ മിട്ടി കോ ജീവിത് രഖ്താ ഹെ. കർഷകന് തൻ്റെ ശരീരത്തിൻ്റെ വളം ചേർത്തിട്ട് മണ്ണിനെ ജീവൻ നിലനിർത്തുന്നു എന്ന് പറയുന്ന ആ ഒരു 2 വരികളാണ് കേട്ടോ ആ ഒരു ആശയം വരുന്ന വരി. അപ്പോൾ നമുക്ക് ആശയം തന്നിട്ട് വരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ആശയം നന്നായിട്ട് വായിച്ചു നോക്കുക. എന്നിട്ട് സെയിം വേർഡ്സൊക്കെ വരികളിലുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി പഠേം സംചയം ഔർ ലിഖേം. വായിക്കുക, മനസ്സിലാക്കുക, എന്നിട്ട് എഴുതുക. ഇൻ പ്രയോഗം പർ ധ്യാനതേ. ഈ പ്രയോഗങ്ങളൊക്കെ ശ്രദ്ധിക്കാനാണ്. ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ജാക്കർ പോയിട്ട്, ഗർജ്കർ അലറിക്കൊണ്ട്, തപ്കർ ചൂടുകൊണ്ട്, ബർസാക്കർ പെയ്തുകൊണ്ട്, ടൂബ്കർ മുങ്ങിയിട്ട്,
മുങ്ങിക്കൊണ്ട്, മർക്കർ മരിച്ചുകൊണ്ട്, അങ്ങനെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഊപ്പർ ദിയേ ഗയേ ശബ്ദോം സെ നയേ വാക്യ ബനാക്കർ ലിഖിയേ. മുകളിൽ കൊടുത്തിട്ടുള്ള ഈ വാക്കുകളൊക്കെ കൊണ്ട് നമ്മൾ എന്ത് ഉണ്ടാക്കണം? പുതിയൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം. ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മേം മൈദാൻ മേം ജാക്കർ ഖേൽത്താഹും. ഞാൻ മൈതാനത്തിൽ പോയിട്ട് കളിക്കുന്നു. ഇനി നമ്മൾ ബാക്കിയുള്ള വേർഡ്സുകളെ കൊണ്ടൊക്കെ സെൻറ്റൻസ് ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ മിസ്സ് കുറച്ച് സെൻറ്റൻസ് കാണിച്ചു തരാം. ഫസ്റ്റത്തത് അല്ലേ, ബാദൽ ഗർജ് കർ ആത്താ ഹേ. മേഘം അലറിക്കൊണ്ട് വരുന്നു. ലോഹ ആഗ് മേം തപ്പ് കർ ഗൽത്താ ഹേ. ഇരുമ്പ് തീയിൽ ചൂടുകൊണ്ട് ഉരുകുന്നു. ഫൂൽ ബർസാക്കർ ഹി വസന്ത് ഋതു ആത്തി ഹേ. പൂക്കൾ പെയ്തുകൊണ്ട് വസന്തകാലം വരുന്നു. മേം നദി മേം ഡൂബ് കർ തൈർത്താഹും. ഞാൻ നദിയിൽ മുങ്ങിയിട്ട് നീന്തുന്നു. കിസാൻ ധൂപ്പ് മേം മർക്കർ ഫസൽ ഉഗ്താഹും. കർഷകർ വെയിലിൽ മരിച്ചുകൊണ്ട് വിളവ് വളർത്തുന്നു. ഓക്കെ, ഈ ഒരു വാക്കുകൾ കൊണ്ട് നമുക്ക് ഈ ഒരു സെൻറ്റൻസൊക്കെ എഴുതാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റിയാണ് ആസ്വാദൻ ടിപ്പണി എഴുതാൻ. ഓക്കെ, ആസ്വാദൻ ടിപ്പണി എന്ന് പറയുമ്പോൾ ആസ്വാദനക്കുറിപ്പ്. ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം? നമ്മളെ കവിനെ പരിചയപ്പെടുത്തണം, കവിൻ്റെ പേര് എഴുതണം, കവിതൻ്റെ പേര് എഴുതണം, ആ കവിതൻ്റെ ആശയം എഴുതണം, അതിലെ വിശേഷതകളൊക്കെ ഉൾപ്പെടുത്തണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ മിസ്സ് നമ്മുടെ ഈ ഒരു കവിതൻ്റെ ആസ്വാദന ടിപ്പണി വായിച്ചു തരാം. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി കവി കേദാർനാഥ് അഗ്രവാൾ ജി കി കവിത ഹേ. യഹ് ധർത്തി ഹേ ഉസ് കിസാൻ കി എന്നത് കവി കേദാർനാഥ് അഗ്രവാളിൻ്റെ കവിതയാണ്. കിസാൻ ബൈലോം കെ കന്തോം പർ ഹൽ രഗ് കർ മിട്ടി കോ ജോത്താ ഹേ. കലപ്പ കാളകളുടെ തോളിൽ വെച്ച് കർഷകന് മണ്ണിനെ ഉഴുതുന്നു. വഹ് മിട്ടി മേം ഗാത് മിലാത്താ ഹേ ഔർ ബീജ് ബോത്താ ഹേ. അവർ മണ്ണിൽ വളം ചേർക്കുകയും വിത്ത് വിതക്കുകയും ചെയ്യുന്നു. കിസാൻ വർഷ് ഔർ ധൂപ്പ് മേം കാം കർത്താ ഹേ. കർഷകന് മഴയത്തും വെയിലത്തും ജോലി ചെയ്യുന്നു. ഹർ നയേ വർഷ് മേം അപ്നെ ഗൂൻ പസീനെ കോ ഏക് കർക്കെ അന്ന ഉപജാത്താ ഹേ. ഓരോ പുതിയ വർഷത്തിലും തൻ്റെ രക്തവും വിയർപ്പൊക്കെ ചേർത്തിട്ട് വിളവ് ധാന്യങ്ങൾ ഉണ്ടാക്കുന്നു. കിസാൻ മിട്ടിക്കോ മർമ്മ സംജ്താ ഹേ. കർഷകർ മണ്ണിൻ്റെ അന്തസത്ത, അതായത് മർമ്മം മനസ്സിലാക്കുന്നു. വഹ് ധർത്തി കെ സാത്ത് ജീത്താ ഹേ. കർഷകർ ഭൂമിയോടൊപ്പം ജീവിക്കുന്നു. കിസാൻ അപ്നെ തൻ കി ഖാദ് ഡാൽക്കർ അർത്ഥത് കഠിൻ പരിശ്രം കർക്കെ ധർത്തി കോ ജീവിത് രഖ്താ ഹേ. കർഷകർ സ്വന്തം ശരീരത്തിൽ നിന്ന് വളം ചേർത്ത്, അതായത് കഠിനാധ്വാനം കൊണ്ടാണ് കർഷകന് ഭൂമിയെ ജീവിപ്പിക്കുന്നത്. വഹ് മിട്ടി മേം ഫസൽ രൂപി സോനേക്ക സപ്ന ദേഖ്താ ഹേ. വിളകളുടെ രൂപത്തിൽ അവർ സ്വപ്നം കാണുന്നു. മണ്ണിൽ നല്ല വിളവ് വിളയുന്നത് സ്വപ്നം കാണുന്നു. ഫസൽ ഉഗാ കർ ഹി കിസാൻ മിട്ടിക്കോ ജീവിത് രഖ്താ ഹേ ഔർ സ്വയം ജീത്താ ഹേ. വിളകൾ വളർത്തുന്നതിലൂടെ കർഷകൻ മണ്ണിനെ ജീവനോടെ നിലനിർത്തുകയും സ്വയം ജീവിക്കുകയും ചെയ്യുന്നു. ഇസ് പ്രകാർ യഹ് ധർത്തി ഉസ് കിസാൻ കി ഹേ ജോ ഇസ് പർ മേഹനത്ത് കർക്കെ അന്ന ഉപജാത്താ ഹേ. ഇങ്ങനെ അധ്വാനിച്ച് ഭക്ഷണം വിളയിക്കുന്ന കർഷകൻ്റെതാണ് ഈ ഭൂമി. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആസ്വാദൻ ടിപ്പണി എഴുതേണ്ടത് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി ഏതാണ്? കർഷക് ദിവസ് പർ ആപ്കെ വിദ്യാലയ മേം ജത്ത നിക്കാലാ ജാ രഹാ ഹെ. കർഷക ദിവസത്തിൽ നിങ്ങളുടെ വിദ്യാലയത്തിൽ ഒരു ഘോഷയാത്ര നടക്കുന്നുണ്ട്. പ്ലക്കാർഡ് കേലിയെ സന്ദേശ് വാക്കിലേക്ക്. പ്ലക്കാർഡിന് വേണ്ടിയിട്ട് സന്ദേശവാക്യം എഴുതാനാണ്. ഓക്കെ, ഇവിടെ ഒരു സന്ദേശവാക്യം, ഒരു പ്ലക്കാർഡിലുള്ള സെൻറ്റൻസ് കൊടുത്തിട്ടുണ്ട്. ജീത്താ രഹേ കിസാൻ. കർഷകർ ജയിക്കുന്നു, അല്ലെങ്കിൽ കർഷകർ ജീവിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഇതേപോലത്തെ വേറെ 2 പ്ലക്കാർഡ് ഉണ്ടാക്കണം അല്ലേ. ഒന്നിൽ നമുക്ക് എന്ത് എഴുതാം? കിസാൻ നെഹീം തോ ഗാന നെഹീം. കർഷകരില്ലെങ്കിൽ ഫുഡില്ല. കർഷകരില്ലെങ്കിൽ നമുക്ക് ഫുഡ് ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ നമുക്കത് എഴുതാം. നെക്സ്റ്റ് കിസാനോം കി രക്ഷ ഹമാരി സുരക്ഷ. കർഷകരുടെ രക്ഷ നമ്മളുടെ സുരക്ഷ. ഓക്കെ, ഇത് രണ്ടും നമുക്ക് എഴുതാം. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് ആക്ടിവിറ്റി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ആക്ടിവിറ്റിയാണ്. സഫലത കേലിയെ പരിശ്രം കി ആവശ്യകത ഹേ. എന്താണ്? വിജയത്തിന് കഠിനാധ്വാനം ആവശ്യമാണ്.
നിമ്നലിഖിത് ബിന്ദുओं पर ചർച്ച करें और लेख लिखें. താഴെ എഴുതിയിട്ടുള്ള ഈ സൂചനകൾ, ഈ പോയിൻറ്റ്സൊക്കെ വായിച്ച് ചർച്ച ചെയ്തിട്ട് നമ്മൾ ഒരു ലേഖനം, ഒരു ആർട്ടിക്കിൾ, ഒരു ലേഖനം എഴുതാനാണ്. ഇവിടെ 5 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ 5 പോയിൻറ്റ്സ് നമ്മളൊന്ന് വായിച്ചു നോക്കാം. ജീവൻ മേം സഫലത പ്രാപ്ത് കർണ, ജീവിതത്തിൽ വിജയം കൈവരിക്കുന്നു. ഹാർ ദക്കാൻ കാ സാമ്ന കർണ, പരാജയവും ക്ഷീണവും നേരിടുന്നു. സംഘർഷ് ഭരെ ജീവൻ മേം ആകെ ബഡ്തേ ജാന, പോരാട്ടം നിറഞ്ഞ ജീവിതത്തിൽ മുന്നേറുന്നു. പരിശ്രം കാ മഹത് പഹചാനന, കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്നു. സമാജ് ഔർ ദേശ് കെ വികാസ് മേം പരിശ്രം കാ യോഗദാൻ, സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിൽ കഠിനാധ്വാനത്തിൻ്റെ സംഭാവന. ഇങ്ങനെ 5 പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് നമ്മളൊരു ലേഖനം ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ നമ്മളൊരു ലേഖനം എഴുതുമ്പോൾ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കണം, പിന്നെ നമ്മൾ തന്നിട്ടുള്ള പോയിൻ്റൊക്കെ വികസിപ്പിച്ചിട്ട് എഴുതണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ലേഖനം വായിക്കാം. പരിശ്രം ഹി സഫലത കാ ആധാർ ഹെ, കഠിനാധ്വാനമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനം. ഓക്കെ, जीवन में सफल होने के लिए परिश्रम की आवश्यकता होती है. ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ കഠിനാധ്വാനം ആവശ്യമാണ്. നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടിയിട്ട് പരിശ്രമം അത്യാവശ്യമാണ്. ജീവൻ മേം ഹമേ കൈ കഠിൻ പരിസ്ഥിതിയോം കോ സാമ്ന കർന പഡ്താ ഹെ, ജീവിതത്തിൽ പല പ്രയാസകരമായ സാഹചര്യങ്ങളും നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരും. കബി കബി ഹമേം ഹാർ കാ സാമ്ന ബി കർന പഡ്താ ഹെ, ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പരാജയവും തോൽവി നേരിടേണ്ടി വരുന്നു. പരന്തു പരിശ്രമി വ്യക്തി ദക്കെ ബിന ഹമേഷ ആകെ ബഡ്താ ജാത്താ ഹെ, എന്നാൽ കഠിനാധ്വാനിയായ ഒരു വ്യക്തിക്ക് എപ്പോഴും തളരാതെ മുന്നേറുന്നു. കഠിനാധ്വാനിയായ ഒരു വ്യക്തി എന്ത് ചെയ്യും? എപ്പോഴും തളരാതെ മുന്നേറുന്നു, മുന്നോട്ട് പോകുന്നു. പരിശ്രം കർണെ സെ സംഘർഷ് കം ജോത്താ ഹേ, കഠിനാധ്വാനം പോരാട്ടം കുറയ്ക്കുന്നു, നമുക്ക് സംഘർഷം കുറയ്ക്കുന്നു. സമാജ് ഔർ ദേശ് കെ വികാസ് മേ പരിശ്രം കാ യോഗദാൻ രഹ്താ ഹെ, കഠിനാധ്വാനം സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും വികസനത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. ജീവൻ മേ പരിശ്രം കാ മഹത്വ ബഹുത് അധിക് ഹോത്താ ഹെ, ജീവിതത്തിൽ കഠിനാധ്വാനത്തിന് വളരെയേറെ മഹത്വമുണ്ട്, വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ലേഖനം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഹെഡിങ്ങും തന്നിട്ടുള്ള പോയിൻ്റൊക്കെ വികസിപ്പിച്ചിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ ആക്ടിവിറ്റീസ് കേട്ടോ. ഓക്കെ, ബൈ.